സൈക്കോസിന്റെ വേറൊരു തലത്തിലേക്കൊക്കെ ചിലപ്പോൾ ഞാൻ പോയി വരും. അങ്ങനെ വേണ്ട, അത് വേറെ തലത്തിലേക്ക് പോകണ്ടല്ലോ. ചുമയുണ്ട്, ശ്വാസം മുട്ടുമുണ്ട്. ഇതിലും നന്നായിട്ട് ചുമക്കുമായിരുന്നല്ലോ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ലൊക്കേഷൻ ചേഞ്ച് പിടിക്കാന്ന് വെച്ചു. അത് കറണ്ട് പോയതുകൊണ്ടല്ല. നമസ്കാരം, എല്ലാവർക്കും ദേവീചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയാ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു 2024 ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ചർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതെ, ചിലപ്പം സൈക്കോസിന്റെ വേറൊരു തലത്തിലേക്കൊക്കെ ചിലപ്പോൾ ഞാൻ പോയി വരും. അങ്ങനെ വേണ്ട, അത് വേറെ തലത്തിലേക്ക് പോകണ്ടല്ലോ. വേണ്ട, ഓൾറെഡി ഒരു തലം ഉണ്ടല്ലോ. ആ തലത്തിന് കഴിഞ്ഞിനി പോകാൻ ഒരു തലം താനില്ല. അവിടം വരെ എത്തി നിൽക്കുകയാണ്. സമതലമൊക്കെ വിട്ടുപോയത്. അതായത് നമ്മള് 2024 ഇതുവരെ കണ്ട, കാരണം കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, എങ്കിലും ഇതുവരെ കണ്ട ചില സിനിമകളെ പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചാൽ റിവ്യൂവോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒപ്പീനിയൻ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കാണുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമകൾ എന്നെക്കാളും സിനിമകൾ കാണുന്നത് കിഷോറാണ്. റിവ്യൂ പറയുന്നവർ ഒരുപാട് ആക്രമിക്കപ്പെട്ടോണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ സോക്കോൾഡ് ഈ എന്താ പറയണ്ടേ റിവ്യൂ എന്താ പറയുമല്ലോ ഇവര് റിവ്യൂവേഴ്സോ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ കാണുന്നുണ്ട്. അതിൽ ചിലത് നല്ല രസമായിട്ട് പറയും. അതായത് ഇവര് അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ എന്തൊരു കാര്യവും പ്രസന്റേഷൻ ഭംഗിയായാൽ നമുക്ക് ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇവർ അവതരിപ്പിക്കുന്ന രീതി കേൾക്കാൻ വേണ്ടി കുറെ തമാശകളും ഒക്കെ മിക്സ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണുന്നതാണ്. എനിക്ക് ഒരു സിനിമ കണ്ടാൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ഒരു നല്ല സിനിമയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അത് കാണാൻ പോകില്ല. ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്. ഞാൻ അത് 10 പേര് പറയണം കേട്ടിട്ട് ഒരു സിനിമയ്ക്കും പോകാറില്ല. ആ 10 പേര് പറഞ്ഞാൽ അത് മോശപ്പെട്ട സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം വേണ്ട സ്വന്തമായ ഒരു അഭിപ്രായത്തിൽ. കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാവരും ജീവിക്കുന്നത്. കാര്യം സ്വന്തമായൊരു അഭിപ്രായം. പണ്ടൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടൊരു സിനിമയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഫാമിലി വെള്ളിയാഴ്ച ദിവസം ഇല്ല, പണ്ടും ഞാൻ പറഞ്ഞ ഇതുപോലുള്ള സ്പോയിലേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ സ്പോയിലേഴ്സ് എന്ന് പറഞ്ഞാലേ മാഗസീൻസിലൊക്കെ അല്ലല്ല, അങ്ങനെ മാഗസീനിലല്ല ഈ സ്പോയിലേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, CBI 2ാമത് വരുന്നു, മമ്മൂക്കയുടെ CBI 2ാമത് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ജഗദീഷ് ചേട്ടനാണ് വില്ലൻ. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ മുന്നിൽ തൊട്ടപ്പുറത്ത് സിനിമ കണ്ടിറങ്ങി വരുന്നവൻ ജഗദീഷ് ആട്ടോ വില്ലൻ, ജഗദീഷാ വില്ലൻ. അങ്ങനത്തെ തമാശകളാ. പക്ഷേ ചില ആൾക്കാര്, ഞാൻ ഏതൊരു സിനിമ ഞാൻ ഓർക്കുന്നില്ല, ഏതൊരു സസ്പെൻസ് ഉള്ളൊരു സിനിമയാണ്, അതിൻ്റെ അകത്ത് ഇറങ്ങി വന്ന 2-3 പേര് ഇന്നയാളാണ്, പക്ഷെ അതായിരുന്നില്ല. എനിക്ക് ത്രില്ല് കൂടി ആ സിനിമ കണ്ടപ്പോൾ. കാര്യം ഞാൻ വിചാരിച്ചു ഇവര് ടിക്കറ്റ് എടുത്തിട്ട് പടം കഴിഞ്ഞ് വരുന്നവർ, സിനിമ കണ്ടുവരുന്നവർ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരോട് ഞാൻ പറഞ്ഞ പോലെ ജഗദീഷേട്ടനാന്ന് പറഞ്ഞാൽ ഏതോ ഒരു മറ്റേ ആളാ കേട്ടോ വില്ലൻ എന്ന് പറഞ്ഞു. നമ്മൾ ഈ സിനിമ തുടങ്ങിയപ്പോൾ പോലും ഞാൻ ഇയാളെ ഫോക്കസ് ചെയ്യണത്. സിനിമ അങ്ങോട്ട് തുടങ്ങി ഇൻട്രോലൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാളെ ഈ പറഞ്ഞ ആളിൽ നിന്നൊക്കെ കഥ വിട്ടുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് കറങ്ങി തിരിഞ്ഞ് അവസാനം വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഏവട്ടെ, പക്ഷെ എനിക്ക് കൂടുതൽ ത്രില്ലായിരുന്നു. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ വില്ലൻ. അപ്പൊ അങ്ങനത്തെ സ്പോയിലേഴ്സ് ഒക്കെ അന്നും ഉണ്ട്, പക്ഷെ അത് അറിയുന്നില്ല, ചുരുങ്ങിയ അളവിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഭയങ്കര വൈഡ് റീച്ചാണ് ഇവർക്ക്. എനിക്ക് തോന്നുന്നു റിവ്യൂസ് നല്ലത് തന്നെയാണ്, പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ സസ്പെൻസ് പൊളിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പേഴ്സണലായിട്ട് സിനിമയെ കാണാതിരിക്കുക. സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, അപ്പം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇന്നൊരാൾ ചെയ്തത് കൊണ്ട് അത് മോശം, അല്ലെങ്കിൽ ദേവീചന്ദ്രൻ അഭിനയിച്ചത് കൊണ്ട് മോശം, കിഷോർ വർമ്മ പാടിയത് കൊണ്ട് മോശം, അങ്ങനെ ആയിരിക്കില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അതായത് ഒരു നടനെയോ നടിയെയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെയോ കളിയാക്കി പറയേണ്ട കാര്യമില്ല. പേഴ്സണൽ ആവരുത്. എല്ലാവരും അവരുടെ ജീവിതം മാർഗത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഈ പല ആൾക്കാരും, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും, ദേവി ഭയങ്കര ബോറ് കേട്ടോ, ഓവർ ആക്ടിങ് ആണ്. ഇവർ ഓവർ ആക്ടിങ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ആവശ്യപ്പെടുന്ന സാധനമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു നാളെ വന്നിട്ട് കുറേ അങ്ങനത്തെ ഒരു പാട്ട്, അതായത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പാട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പാടി കൊടുക്കും. ആ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട്
മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, വേറെ വൃത്തികേടുകളൊന്നും അല്ല ചെയ്യുന്നത് നമ്മൾ, അല്ല ഒരാളുടെ എന്താ പറയണ്ടേ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു ജോലി ഒരു വ്യക്തി പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ച് ചെയ്തു കൊടുക്കുക നമ്മൾ ബാധ്യസ്ഥരാണ്. അതെ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഡയറക്ടേഴ്സ് പ്രോഡക്റ്റ് ആണ്. ഡയറക്ടർ നമ്മളോട് പറയുകയാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ചേച്ചി വൈഡായിട്ട് മേക്കപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ സാരി കൊടുക്കും കണ്ണൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ അതല്ലാതെയും സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാത്തതായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല എനിക്കിപ്പോൾ പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് 2024 ഒറ്റയ്ക്കൊരു സിനിമയ്ക്ക് പോയി. അത് ചരിത്ര സംഭവം. എൻ്റെ സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ പോയി എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വലിയൊരു നാഴികക്കല്ലാണ് എൻ്റെ ജീവിതത്തിലെ. ഞാൻ ഒറ്റയ്ക്ക് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അത് നിങ്ങൾ വിചാരിക്കും എന്തെന്ന് ഭ്രാന്താണ്, പക്ഷെ അതല്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്യാതറിങ് ഇല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് ലോൺലി ആയി പോകുന്നൊരു സ്ത്രീയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എപ്പോഴും കൂടെ ആളുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഒന്നിച്ച് പോകുന്നതാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടം. അപ്പം ഇത് പറ്റിയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് പോയി ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ റൂമിലിരുന്നു. പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ട്, ചേച്ചി ഇന്നും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ റൂമിലിരിക്കുക, അത് ഒറ്റയ്ക്ക്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരവസ്ഥയാണ്. അപ്പം കിഷോറിനെ വിളിച്ച് ചോദിക്കുന്നപ്പോൾ അപ്പം റിലീസായ സിനിമകളൊക്കെ കിഷോർ കണ്ടും കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ സങ്കടമായി. കാരണം ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോയി ഇയാളെപ്പോഴും ഒറ്റയ്ക്ക് സിനിമ കാണാറുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു വാശിയും കൂടെ ആയി. എന്നെ കൊണ്ടുവന്ന എല്ലാ സിനിമയും കണ്ടു. അതുകൊണ്ട് ഞാൻ തന്നെത്താനെ ബുക്ക് മൈ ഷോയിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഊബർ ഓട്ടോ എടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് തിരിച്ചു വന്ന് സദ്യ കൊണ്ടിട്ട് കയറി കിടന്നുറങ്ങി. അല്ല, ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ മോശമൊന്നും ആയിരുന്നു. സൂപ്പർ സിനിമയായിരുന്നു. നേരാണ് കേട്ടോ ഞാൻ സിനിമ കണ്ടത്. അത് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് വിവാദങ്ങൾക്ക് 2023 അതെ, പക്ഷെ ഞാൻ കണ്ടത് 24 അല്ലല്ലോ. അതെ ആണോ? അത് 2024 നേരെ? ഞാൻ കണ്ടത് 24 ക്രിസ്മസ് റിലീസ് ന്യൂ ഇയർ റിലീസായിരുന്നു. കാര്യം ഈ വർഷം 2024 തുടങ്ങിയിട്ട് ആദ്യം റിലീസായ മലയാള സിനിമ ആട്ടമാണ്. ജനുവരി 4 ഞങ്ങൾ 5 അത് കാണുകയും ചെയ്തു. എനിക്ക് തുടക്കം തന്നെ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യത്തെ വർഷം 2024 ആദ്യത്തെ സിനിമ എനിക്ക് ഭയങ്കര സുഖവും സമാധാനവും. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയുക ഒരു ഓഫ് ബീറ്റ് സിനിമയാണെന്നൊക്കെ കുറെ പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും. അല്ല, വളരെ സാധാരണ ഒരു സിനിമ. അതായത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടോറിയൽ മൂവി എന്ന് പറയുകയാണെങ്കിൽ ആട്ടമൊക്കെയാണ്. കാര്യം അതിൽ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന ആർട്ടിസ്റ്റുകളോ ആരുമില്ല. ഭീകര സൂപ്പർ സ്റ്റാർസോ ഭയങ്കര ആരാധന നമുക്കുള്ള അങ്ങനെയൊന്നുമില്ല. വളരെ സാധാരണക്കാരെ വെച്ചിട്ട് വളരെ ലൊക്കേഷൻ കുറച്ച് കോസ്റ്റ് കുറച്ച്, എന്നാൽ അതിൻ്റെ എന്താ പറയട്ടെ ഒട്ടും നമുക്കൊരു ഇപ്പം ദേവി പറഞ്ഞല്ലോ ഓഫ് ബീറ്റ് സിനിമ മൂഡ് കുറേ ഫെസ്റ്റിവൽസിനൊക്കെ പോയെങ്കിലും സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് കുറേ നാൾക്ക് ശേഷം എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് അരോചകമില്ലാത്ത കുറേ റീ റെക്കോർഡിങ്, ആവശ്യമില്ലാത്തൊരു റീ റെക്കോർഡിങ് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ വേണ്ട സ്ഥലങ്ങൾ, അതായത് ഒരു മ്യൂസീഷ്യൻ ആയിട്ട് ഞാൻ പ്രൊഫഷൻ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അത് പലർക്കും പല രീതിയിലാണല്ലോ. അപ്പം അദ്ദേഹം ആ ഡയറക്ടർക്ക് ചിലപ്പോൾ ചില സീൻസിൽ വേണ്ട മ്യൂസിക് വേണ്ട, റീ റെക്കോർഡിങ് വേണ്ടെന്ന് പറഞ്ഞ് കട്ടി. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഇവിടെ ഒരു റീ റെക്കോർഡിങ് വന്നാൽ നന്നായിരിക്കും എന്ന് വരയ്ക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ എന്നാൽ ഒട്ടും നമുക്ക് മോശപ്പെട്ട രീതിയിൽ അയ്യെന്ന് പറഞ്ഞ രീതിയിൽ അരോചകമല്ലാത്ത രീതി ഭയങ്കര നല്ല കണ്ടിട്ടില്ലാത്തവര് അതിപ്പോ തിയേറ്ററിൽ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. OTT വരുമ്പം കാണണം. തിയേറ്ററിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണണം. ഞങ്ങളത് സിനിമ കണ്ടു കഴിഞ്ഞ് വളരെ നമ്മൾക്ക് അറിയുന്ന സുഹൃത്തുക്കൾ ആ സിനിമയിലുണ്ടെങ്കിൽ വിളിച്ച് പറയുന്നൊരു ചെറിയ ദുശീലമുണ്ട്. അപ്പം ഞങ്ങൾ ഷാജോൺ ചേട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ ഷാജോൺ ചേട്ടൻ സിനിമ കണ്ടു വളരെ. അപ്പം ആ സമയത്ത് അവരെല്ലാവരും ഡയറക്ടേഴ്സും അതിലെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒന്ന് പ്രൊമോഷൻ വർക്കിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അവരും വളരെയധികം ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ ഈ നമുക്ക് പരിചയമുള്ള മുഖങ്ങൾ സിനിമയിൽ വരുമ്പോൾ അത് ഞാനായാലും വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും നമുക്ക് പരസ്പരം അങ്ങോട്ട് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ നമ്മൾ കൊതിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വ്ളോഗിനിടയിൽ വന്ന് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കമൻസ് തരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ദിവസങ്ങളാണ്. ചേച്ചി അത് നന്നായിരുന്നു, നിങ്ങൾ ഭയങ്കര രസമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല എല്ലാവരും. അപ്പം അത് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ
ഒരു കാര്യം കണ്ടു അങ്ങ് കളയുന്നതല്ലാതെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ നമ്മുടെ വ്ളോഗിൻ്റെ താഴത്ത് വന്ന് കമൻറ്റ് ആ ഒരു മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആയിരിക്കാം, നിങ്ങൾ ഒരു തമ്പ് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അയക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു സൂപ്പർന്നോ എന്ത് കമൻറ്റ് ആയാലും നമ്മളത് പേഴ്സണലി വായിക്കുന്നുണ്ട്. അതിപ്പോഴും അപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട്. അത് കമൻറ്റ് തിരിച്ച് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളല്ല ഞാൻ തന്നെയാണ് തരുന്നത്. അത് വായിക്കാറ് മാത്രമേ ഉള്ളൂ, കമൻറ്റ് തിരിച്ച് റിപ്ലൈ തരുന്നത് ഞാനാട്ടോ. പിന്നെ ഈ നമ്മൾ ഈ റിവ്യൂ പറയുന്നവരുടെയൊക്കെ ചുമയുണ്ട്, ശ്വാസമുട്ടുണ്ട്. ഞാൻ ഇതിന് നന്നായിട്ട് ചുമക്കുമായിരുന്നല്ലോ. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത് സാധകമൊക്കെ ചെയ്ത്. ചിലപ്പം ട്രിബിൾ ഹൈസ് ഇത്തിരി കൂടുതലാണ് ആണല്ലേ, ഇത്തിരി ബേസ് കൂടെ ഹൈസ് കൂടി ഒരു 10-30,000 രൂപ ചെലവാക്കേണ്ടി വരും ആശുപത്രിയിൽ. വേണോ? ഈ റിവ്യൂ പറയുന്ന ആൾക്കാരുടെ ചാനലിന്റെ താഴെ വന്നിട്ട് എന്നാൽ നീ ഒരു സിനിമ എടുത്ത്, എനിക്കത് കാണുമ്പോൾ ഭയങ്കര ചിരിയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ എഴുതുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ നിരൂപണം എന്ന് പറയുന്ന ഒരു മേഖല, അവര് വന്നിട്ടൊരു നല്ല സിനിമ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ പാട്ടുകളെ പറ്റി നിരൂപണം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവർ നല്ലൊരു ലിറിക്സിസ്റ്റ് ആവണമെന്നില്ല, മ്യൂസിക് ഡയറക്ടർ ആവണമെന്നില്ല. അതൊരു വേറൊരു മേഖലയാണ്. അവരോട് ചോദിക്കുന്നത് താനൊരു അതാണല്ലോ മലയാളിക്ക് അങ്ങനെയാണല്ലോ, എന്നാൽ നീ ഒരു പടം എടുത്ത് കാണിച്ചിട്ടാ, അതിൻ്റെ ആവശ്യമില്ല. അത് അവരുടെ ഒരു മേഖലയാണത്. അവരൊരിക്കലും ഒരു നല്ല മേക്കർ ആവണമെന്നില്ല, അവർ സിനിമ എടുക്കണമെന്നുമില്ല, സിനിമ എടുത്ത് തെളിയിക്കണമെന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ട സിനിമ ഇപ്പോൾ ഓസ്ലർ കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടോ പറയണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണോ, ചിലപ്പോൾ ചിലവർക്ക് ആൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് സിനിമയാണെന്ന് ചോദിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അത്, ഞാൻ ഫസ്റ്റ് ഡേ എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഡേ ചില സിനിമകൾ, എല്ലാ സിനിമകളും ഇല്ല, ചില സിനിമകൾ നമുക്കൊന്ന് കണ്ടാക്കണം ഫസ്റ്റ് ഡേ. പക്ഷെ അങ്ങനെ കാണുന്ന സിനിമകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡങ്കി ഉഗ്ര സിനിമയാട്ടോ. ഡങ്കി നല്ല സിനിമയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി സിനിമ ഇത്തവണ ഇപ്പൊ അടുത്ത് റിലീസായിരിക്കുന്ന സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. ഓസ്ലർ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ OTT-യിൽ കണ്ട സിനിമകളെല്ലാം നല്ലതാണ്. ചിത്ത കണ്ടു, OTT-യിൽ ഒരുപാട് സിനിമകൾ നമ്മൾ അറിയാൻ വയ്യാത്ത. നിങ്ങൾ നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശേഷം മൈക്കിൾ ഫാത്തിമയൊക്കെ ഒന്ന് കാണുക. നല്ല സിനിമ കേട്ടോ. അതൊന്നും പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട്. സോമന്റെ കൃതാവ് നല്ല സിനിമയാണ്. അതായത് നമ്മളൊരു സിനിമാ സംബന്ധമായ ചർച്ചയായതുകൊണ്ട് ഒരു ലൊക്കേഷൻ ചേഞ്ച് പിടിക്കാന്ന് വെച്ചു. കറണ്ട് പോയതുകൊണ്ടല്ല, കറണ്ട് പോയിട്ടോ. അപ്പം കത്തിച്ച് വെച്ചിരുന്ന ലൈറ്റ് ചെട്ടുപോയി, ഇൻവെർട്ടറിൽ അത് വർക്ക് ചെയ്യില്ല, അതാണ്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? മൈക്കിൾ ഫാത്തിമ. അത് കാണണം, ആ സിനിമ റെക്കമെൻഡ് ചെയ്യാം. അതെ, അതായത് നമ്മുടെ സുഹൃത്തുക്കള്, ഞാൻ വല്ല ദേവി പറഞ്ഞല്ലോ, ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ സിനിമ ഒട്ടും വിടാത്ത ആളാണ്. തിയേറ്ററിൽ പോയി ഞാൻ അങ്ങനെ അഭിപ്രായം കണ്ടു പോകുന്നതല്ല, എനിക്ക് കാണണം എന്ന് തോന്നുന്ന സിനിമകൾ ഞാൻ പോയി കാണും. എല്ലാ ലാംഗ്വേജും കാണും. അതിൽ ഹിന്ദി മാത്രമേ ഉള്ളൂ ദേവിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും. കാര്യം അതെന്നാ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, സബ് ടൈറ്റിൽ വേണം. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി ഫോളോ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒട്ടും അറിയാൻ പറ്റില്ല ലാംഗ്വേജ്. പക്ഷെ കാണും, സിനിമ കാണും, സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ കാണും. പിന്നെ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം അന്ന് രംഗീല എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കും. അപ്പോൾ തനുഹ ആയിരം ഒക്കെ ഇങ്ങനെ ഭയങ്കര ഹിറ്റ്, സൂപ്പർ ഡൂപ്പർ ആയിട്ടിരിക്കുക. അപ്പോൾ എങ്ങനെയും വീട്ടിൽ നിന്ന് ചാടിക്കണം, സിനിമ കാണാൻ പോകണം. അപ്പോൾ ചാരും ഞാനും റെഡിയാണ്, ഇന്നെങ്കിൽ ഇന്ന് പറഞ്ഞു. അപ്പം നോർമലി ഞങ്ങൾ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് കൊച്ചച്ചന്മാരും അല്ലെങ്കിൽ അപ്പൂപ്പൻ വരണം. അപ്പൂപ്പൻ ഫിലിം ഡിവിഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ അമ്മയുടെ അച്ഛൻ. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റും തിരുവനന്തപുരത്ത് പോയി കഴിയും. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അപ്പൻ ഞങ്ങൾ ആലപ്പുഴ പഠിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരുവനന്തപുരം പോക്ക് വളരെ അപൂർവമായിട്ടാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ അച്ഛനടുത്ത് പറയും, അച്ഛൻ സൂപ്പർ സിനിമയാണ്, പാട്ടൊക്കെ അടിപൊളി. അപ്പോൾ ഈ അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് അതെല്ലാവരും എവിടെ പോയാലും കേൾക്കാൻ പറ്റുന്ന ചിത്രഹാർ ഏതിലും വെച്ചാലും ഈ പാട്ടുകൾ അങ്ങനെ വരികയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ എന്നാ ശരി, ശല്യം എന്നാ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള്, അച്ഛന് ഹിന്ദി വലിയ പിടുത്തമില്ല, അച്ഛൻ ഇംഗ്ലീഷും മലയാളവും ഒക്കെ. അപ്പം ഹിന്ദി വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നു. ഞങ്ങൾ റൈബാൻ സിനി ഹൗസിൽ ആലപ്പുഴയിൽ പോയിരുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മറ്റേ പെജീന ആ പാട്ട് വരുന്നത്. മറ്റേ ഊർമിള പെറ്റിക്കോട്ടൊക്കെ ഇട്ടോട് കൂടുക, ജാക്കി ഷറഫ് നിക്കറൊക്കെ ഇട്ട് അച്ഛൻ സൈഡിൽ കൂടെ എന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട്, ഇതാണോ നല്ല സിനിമ? നമുക്കത്
നമുക്കെന്താ പാട്ട് കേൾക്കണം, അടിപൊളി അമീർ ഖാന്റെ സിനിമ. പക്ഷെ അച്ഛനാണെങ്കിൽ മലയാളമാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫോളോ ചെയ്യും. ഹിന്ദി ആയതുകൊണ്ട് മനസ്സിലാവണമില്ല ഇതെന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങളൊക്കെ ഈ ഈശ്വറിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഇപ്പൊ എന്തിനാ എല്ലാരും ചിരിച്ചത്? അപ്പൊ നമ്മൾ ആ തമാശ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല, സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ചിലത് ഞാൻ ഓക്കെയാണ്. പിന്നെ ചില ഹിന്ദിയുടെ ഭീകരമായ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവാത്തത്. ഇവരുടെ ഇമോഷണൽ ഇതൊക്കെ വരുമ്പോൾ ഈ തമാശകളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇവർ പറയുന്നത് കേട്ടിട്ട്. പക്ഷെ ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൈവിട്ടു ഇതെന്താണ് പറയുന്നത്. അതായത് ഇവരുടെ ഈ മോഡുലേഷൻ കൂടെ വരുന്ന കരച്ചിലും പിടിച്ചിലും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ദേവി പറഞ്ഞ പോലെ ഈ ആ കാലഘട്ടത്തിൽ ഈ രംഗീല അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പാട്ടുകൾ കൊണ്ട് സിനിമ ഹിറ്റാക്കിയ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് AR റഹ്മാൻ. അതായത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കാരണം ഈ സിനിമ കാണണമെന്ന് തോന്നിയിട്ട് ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട്. അല്ല, എനിക്ക് ആ പാട്ടിന്റെ ഇത് സസ്പെൻസിന്റെ കാര്യമുണ്ട്. ഈ ഓസ്ലറിൽ നമ്മൾ പറഞ്ഞു നിർത്തി അതായിരുന്നു. ഓസ്ലർ സിനിമ നമ്മൾ ഒരു നോർമൽ ജയറാം മൂവി എന്നുള്ളൊരു, കാരണം ഇത് ട്രെയിലറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സസ്പെൻസ് ആണ് ഒരു. പക്ഷെ തിയേറ്ററിൽ പോയി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും സിനിമ കണ്ടാണ്. അപ്പൊ സസ്പെൻസ് ഒക്കെ അതൊരു സ്പോയിലർ ആയിട്ടൊന്നും വിചാരിക്കരുത്. പക്ഷെ മമ്മൂക്കയുടെ എൻട്രി, എന്റെ ദൈവമേ, അറിയാതെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് കൈയടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് അറിയണ ആരെങ്കിലും ഒക്കെ. പിഷാരടിയുടെ ഫസ്റ്റ് സിനിമ കപ്പൽ മുതലാളി കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരിക്കുകയാണ്. അപ്പൊ തിയേറ്ററിൽ പടം തുടങ്ങി, പിഷാരടിയെ ഇങ്ങനെ കാണി. അപ്പം നോർമൽ സിനിമയാണല്ലോ, അതൊരു വലിയ സ്റ്റാർ സുഹൃത്ത്, നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടോട്ടുള്ള ഞങ്ങൾ ഭയങ്കരമായിട്ട് കൈയടിക്കും. അപ്പൊ ഫ്രണ്ട് തിരിഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കും, ഇപ്പൊ എന്തിനാ കൈയടിക്കുന്നു. പക്ഷെ ഞാനത് പിഷാരടിയെ വിളിച്ച് പറയുകയും ചെയ്തു. കാരണം നമുക്കറിയണം, നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാതെ ഒരു സന്തോഷം വരുമല്ലോ. അതുപോലെ സന്തോഷം നിന്ന ഒരു നിമിഷമായിരുന്നു മമ്മൂക്കയുടെ. അല്ല, അദ്ദേഹത്തിന്റെ ഈ അത് പറഞ്ഞപ്പോഴാണ് നമ്മള് താൻ പറഞ്ഞല്ലോ OTT-യിൽ ഏതോ സിനിമ കണ്ടത്, കാതൽ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടല്ലോ കാതൽ. അത് എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്കൊന്നും അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ ഒരു സങ്കടമുണ്ട്. അല്ല, മീൻസ് ചില സിനിമകൾ നമുക്ക് OTT-യിൽ വരുമ്പം കണ്ടാൽ മതി, കാണാനുള്ളതുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു മേക്കിംഗ്, അതായത് നമ്മൾ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോൾ ഈ കുഞ്ഞു സിനിമകൾ ഫാലിമി, അപ്പൊ ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് OTT കണ്ടാലും നമുക്ക് വിഷ്വൽ ട്രീറ്റ് അല്ല അതിന്റെ മെയിൻ, അതിന് കണ്ടന്റ് ആണ്, വിഷ്വൽ ട്രീറ്റ് അല്ല. വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കാണേണ്ടത്. എനിക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയ സിനിമയാണ് ജിഗർ ദണ്ഡ 2. ഫസ്റ്റ് ഞാൻ കണ്ടാണ്, ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട. ഫസ്റ്റ് കാണാൻ എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഞാൻ ലുലുവിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു പോസ്റ്റർ ജിഗർ ദണ്ഡ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബോബി സിംഹയ്ക്ക് നാഷണൽ അവാർഡ്. അപ്പം ഈ പോസ്റ്ററിൽ എന്താണെന്ന് സിദ്ധാർത്ഥും ബോബി സിംഹ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, നടുക്കൊരു വലിയ കത്തിന്ന് ബ്ലഡ് ഇങ്ങനെ വീഴുന്നു. അപ്പൊ എനിക്ക് പൊതുവെ വയലൻസ് വലിയ താല്പര്യമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചതിന് കയറണം, പക്ഷെ എന്നാലേ ഒരു സിനിമ കാണാനൊരു മൂഡും ഉണ്ട്, എന്താ ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ധൈര്യം അങ്ങ് സംഭരിച്ച് ടിക്കറ്റ് എടുത്ത് ഈ സിനിമയ്ക്ക് അങ്ങ് കയറും, ജിഗർ ദണ്ഡയ്ക്ക് കയറുന്നു. അയ്യോ, ഇത് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ മനുഷ്യനെ ചിരിപ്പിച്ച് വേറെ ലെവലാണ് ആ സിനിമ. സെക്കൻഡ് അതിൽ നിന്നും, അതായത് അതേ തീം എടുത്തിട്ട്, സെയിം തീം എടുത്തിട്ട് ആ ത്രെഡ് ആ റൂട്ട് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഒരു ആനയും കാടും, എന്ത് രസം, എന്ത് നല്ല മെസ്സേജാന്ന് അറിയാം ആ സിനിമയുടെ ക്ലൈമാക്സിൽ തരാൻ. അത് ശരിക്കും എന്റർടൈൻമെന്റിലൂടെ നല്ല മെസ്സേജ് തരിക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം. അല്ലാതെ മറ്റേ ബുദ്ധിജീവി സിനിമകളിലൂടെ മെസ്സേജ് തന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ ഉള്ള ആ ജ്ഞാനമൊന്നും ഇല്ല. നമുക്ക് എന്റർടൈൻമെന്റിലൂടെ നമുക്ക് സാധാരണക്കാരുടെ എല്ലാ ആൾക്കാർക്കും, അതായത് എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, എന്നാൽ അതിൽ ഇപ്പോൾ കാതൽ പോലുള്ള സിനിമകൾ എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. ഞാൻ പറയുന്നത് ചിലക്ക് ഒരു വാവ് മൊമെന്റ്സ് ഉണ്ടാവും എല്ലാ സിനിമയിലും. ചിലപ്പോൾ നമ്മൾ മണിച്ചിത്ര താഴെ എടുത്തു കഴിഞ്ഞാൽ വിടമാട്ടെ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും വാവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ എന്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. എൻ്റെ അമ്മോ, ഞാനൊരു ഹാർഡ് കോർ ഫാൻ ആയിരിക്കും. മേ ബി എൻ്റെ ഒരു ഫാൻ ഗേൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഞാൻ കരഞ്ഞു പോയൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ അത് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് നമ്മുടെ മനസ്സിലോട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്.
വീണ്ടും വീണ്ടും കണ്ടാലും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ചാനലിൽ വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സിനിമ ഉണ്ടോ എനിക്കോ? എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ സിനിമകളുണ്ട്. എനിക്ക് ഒരു സിനിമ ഉണ്ട് എടുത്തു പറയാൻ, ചന്ദ്രോത്സവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും വലിയ നല്ല പടമാണെന്ന് വെച്ചിട്ട്. ഗ്രാൻഡ് മാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രാൻഡ് മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ റിലീസായപ്പം എല്ലാവരും പറഞ്ഞു ആ സിനിമ വലിയ സുഖമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഏതാണെന്നറിയാമോ? ലിയോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ലിയോ. ഞാൻ സത്യം പറഞ്ഞ തിയേറ്ററിൽ പോയി കാണണം, സത്യം പറഞ്ഞ തിയേറ്ററിൽ മിസ്സായ സിനിമയാണ്. നേരത്തെ ജിഗർ തന്നെയുടെ കാര്യം പറഞ്ഞോലെ OTT വന്ന് കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. നമ്മളും നിങ്ങളും എല്ലാവരും ഒരു പുതിയ ജോലിയിലോട്ട് പ്രവേശിക്കുമ്പം കുറേ നാൾക്ക് ശേഷമേ നമ്മൾ ആ ജോലിയിൽ ഒരു റൂട്ടിലേക്ക് കയറി പെർഫെക്റ്റ് ആവുകയുള്ളൂ. ഒരു മനുഷ്യനും ഒരു ജോലി ആദ്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല, അപാകതകൾ ഉണ്ടാവും. അപ്പോൾ പുതുതായിട്ട് വരുന്ന സംവിധായകരൊക്കെ അവർ ചെയ്ത് വരണം. അപ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയെ നശിച്ചു പോകും. ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ഏകദേശം നമ്മുടെ ഫോണിലോട്ടായി വന്നു കഴിഞ്ഞു. ടെലിവിഷൻ നമ്മൾ വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ സീരിയൽസ് പോലും റേറ്റിംഗിൽ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ റേറ്റിംഗ് പാറ്റേൺസ് ഒക്കെ ഇപ്പം മാറി. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. സൂര്യ TV-യിൽ വരുന്നത് സൺ നെക്സ്റ്റിൽ നിങ്ങളുടെ ഫോണിൽ കിട്ടും, ഏഷ്യാനെറ്റ് കിട്ടുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കിട്ടും, മഴവിൽ മനോരമ കിട്ടുന്നത് മനോരമ മാക്സിൽ കിട്ടും. അപ്പോൾ എല്ലാം ടെലിവിഷൻ ആ സമയത്ത് സംപ്രേഷണം ചെയ്യുന്ന സമയത്തെ വ്യൂവർഷിപ്പാണ് നമ്മുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ഇതിപ്പം അത് മാറി. ഇതിപ്പം OTT പ്ലാറ്റ്ഫോമിലും ഫോണിലും ഒക്കെ കാണുന്നതൊക്കെ റേറ്റിംഗിൽ കൗണ്ട് ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി പെട്ടെന്നാണ് നമ്മൾ വാനിഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം VHS മാറി, CD വന്നു, CD പോയി, ഇപ്പം USB വന്നു, ഇനി USB പോയിട്ട് എല്ലാം മാറും. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. പക്ഷെ നമ്മുടെ ഒരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് അതിനെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കൊള്ളാം മസ്റ്റ് വാച്ച് എന്നിടുന്നത് കൊണ്ടോ നമുക്ക് എന്താ നഷ്ടം സംഭവിക്കുന്നത്? അപ്പം അങ്ങനെയും കൂടെ നമ്മൾ മോശം പറയുമ്പം നല്ലതിനെ നല്ലതെന്നും കൂടെ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളൊരു ചെറിയ അപേക്ഷയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പം എല്ലാവരും സിനിമകൾ കാണുക. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. അഭിപ്രായങ്ങൾ പറയണം, റിവ്യൂസ് പറയണം, ഒപ്പീനിയൻസ് പറയണം, റിവ്യൂസും പറയണം. പക്ഷെ സ്പോയിലേഴ്സ് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത്, ചില സംവിധായകർ, അതായത് പ്രശസ്തരായ ഒരുപാട് സംവിധായകർ ഒരു സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ പാളിപ്പോകുമ്പോഴത്തേക്കും അയാൾ സിനിമ എടുക്കാൻ പഠിക്കണം. അതൊക്കെ ഇച്ചിരി അക്രമമാണ്. കാര്യം അവർ ഒരുപാട് ചെയ്ത് തെളിയിച്ചിട്ടാണ്, അവരുടെ ലേബൽ താഴെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കയറി കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ അന്ന് ചെയ്ത സിനിമകൾ തെളിയിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ എല്ലാവരും നമുക്ക് സംസാരിക്കുമ്പോൾ പത്മരാജൻ ചെയ്തു, ഭരതൻ ചെയ്തു. എത്ര പേര്, ഞാൻ ചോദിക്കട്ടെ, ഈ പത്മരാജൻ്റെയും ഭരതൻ്റെയൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് ഇവിടെ? എത്ര പേര് കണ്ടിട്ടുണ്ട്? എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ഈ പറയുന്ന പല ആൾക്കാരും അന്ന് അവരൊന്നും ചെയ്ത സിനിമകൾ കണ്ടിട്ടില്ലാത്തവരാണ്. സത്യം പറയാം. കാര്യം ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ, നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഇന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പത്മരാജനാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പറയണത് കേട്ടിട്ട് ഇവിടെ പറയാം, അങ്ങനെയല്ല. നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ദേവി എൻ്റെ അടുത്ത് ചോദിക്കുക, എടോ ഇന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു, തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കണ്ടു നോക്ക്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ പന്നപ്പടം ഇടുന്നത് കാണണ്ട എന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ നമ്മൾ ഒരു നല്ല സിനിമ എന്താ പറയുക, ഒരു സ്വഭാവം അത് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആട്ടം വരുമ്പോൾ മിസ് ചെയ്യരുത് കേട്ടോ. കാണണേ വരുമ്പം നല്ല വന്നല്ലോ. OTT വന്നോ? OTT-ൽ വന്നിട്ടുണ്ടോ? തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട്. തിയേറ്ററിൽ പോയി എന്തായാലും കാണണം. എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണണേ. OTT-ൽ നമുക്ക് വേണേ ഒന്നുകൂടെ കാണാം, വലിയ ചിലവൊന്നുമില്ലല്ലോ, ഇച്ചിരി MB-യുടെ ചിലവല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം നന്നായിരിക്കട്ടെ, എല്ലാ സിനിമകളും കാണാം, എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം നമ്മളും ആ ഒരു ഇൻഡസ്ട്രിയുടെ ചെറിയൊരു ഭാഗമാണ്. അത് വലിയ സ്ക്രീനായാലും ചെറിയ സ്ക്രീനായാലും മേക്കപ്പ് ഇട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഏതായാലും നല്ല കണ്ടന്റുകളുമൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ.